സിനിമയിൽ മാറ്റം വരണമെന്നെങ്കിൽ പ്രേക്ഷകന്റെ അഭിരുചി മാറിയാലേ പറ്റൂ. ഞാൻ ഈ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച സിനിമ ചെയ്യുന്ന ഒരാളാണ്. വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് പ്രശ്നം. ഇനി അതാണ് സിനിമ എങ്കിൽ ആ സിനിമ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഞാൻ ഏതൊരു അതിനോ ചെയ്യുന്നില്ല, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല. 100% ഞാൻ യോജിക്കുന്നു. ഈ 100 കോടി ക്ലബ്ബ് ഒരു സിനിമയും കേരളത്തിൽ കയറത്തില്ല. ഇത് ഈ 100 കോടി എന്നൊക്കെ ചുമ്മാ അടിക്കുന്നതാണ്. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. 100 കോടി കേറില്ല. കഴിഞ്ഞ കണക്കൊക്കെ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? 100 കോടി 100 ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത്? എനിക്കറിയില്ല. എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇത് എന്താണ് ഈ 100 കോടി? നോക്കൂ, ഒരു സിനിമ, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പൊ നടക്കുന്ന 25 കോടി 30 കോടി. ഈ കോടി 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 എന്ന് പറഞ്ഞാൽ ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ? നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ? ഏറെക്കുറെ. അപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഇതിന്റെയൊക്കെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഒരു സിനിമയെ മാത്രം കോർഡിനേറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ മോശമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ 100 കോടി ക്ലബ്ബ്. എന്തിനാണ് ഇങ്ങനെ പുളുവടിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സുകാരെ കൊണ്ടുവരാതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യരെ തിന്നാൻ നാട്ടിലാക്കി നോക്കി